ഇതുപോലെ ഭയങ്കര കാര്യമായിട്ട് കുറേ കോൺട്രവേഴ്സി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. വളരെ സ്പോണ്ടാനിയസ് ആയിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു. പക്ഷെ ആ സാധനം ഇതുവരെ എയർ ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ ഒരു ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നോക്കുമല്ലോ, ചുമ്മാ അടിച്ചു നോക്കണം പേരൊക്കെ, അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം വിളിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു ആ സാധനം ഇവരുടെ കമ്പനിയുടെ ടെക്നിക്കൽ കുറച്ച് ഇഷ്യൂസ് ആണ്, ഞാൻ അതിൽ പെട്ടതാണ്, അതുകൊണ്ട് ഞാൻ അടുപ്പിക്കാതിരുന്നതാണ്. പക്ഷെ ഇന്ന് വന്നപ്പോൾ പാവം. അല്ല, എനിക്ക് എപ്പോഴും ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കാറുണ്ട് ആള്, അത് തന്നെയാണ്. അതിന് താങ്ക് യു സോ മച്ച്. ആര് വിളിച്ചാലും എടുക്കാറുണ്ട്. അല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും തിരിച്ച് മറുപടി പറയണമല്ലോ. ഇല്ല, നമ്മൾ അങ്ങനെ പേഴ്സണലി അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചു. താങ്ക് യു. താങ്കളുടെ ആങ്കർ ആണ്ട് മനസ്സിലാവുമല്ലോ, വേദന മനസ്സിലാവും. ചേട്ടാ, ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, കാര്യം അന്ന് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, സോറി. നമ്മുടെ ബിഗ് ബോസിൽ സീസൺ 1 അതായത് എന്താണ് ബിഗ് ബോസ് എന്ന് ആൾക്കാരിലേക്ക് കാണിച്ചു കൊടുത്തൊരു ഷോ ആയിരുന്നു അത്. അതിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു താങ്കൾ. അതിനകത്ത് ഏറ്റവും കുറെ നല്ല ഇടിച്ച് നിൽക്കാൻ പറ്റുന്ന, അതായത് പിടിച്ച് നിൽക്കാൻ പോലും പറ്റാത്ത കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്, കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ആ ഒരു 30 ദിവസം അവിടെ നിന്നു. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. 30 ദിവസം അവിടെ നിന്നു. ഇപ്പോഴുള്ളതായിട്ട് ഇപ്പം 6 7ാമത് വരാൻ പോകുന്നു. ഈ 5 സീസണിലെ കമ്പാരിസൺ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഇതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിയാൽ മതി. കമ്പാരിസൺ ഞാനിപ്പോൾ ലാസ്റ്റ് സീസൺ കണ്ടില്ല, കാരണം ആ സമയത്ത് ഷൂട്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് മിസ്സായി. പക്ഷെ ബാക്കി 5 സീസണിൽ ഞാൻ റെഗുലർ വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു, കാരണം ഞാൻ ബിഗ് ബോസിന്റെ വലിയ ഇഷ്ടമുള്ളൊരു പ്രേക്ഷകനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഷോയിൽ പോയത്. പക്ഷേ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ലായിരുന്നു ഞാൻ. കമ്പാരിസനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സീസൺ ശരിക്കും മറ്റേ ഈ ചന്ദ്രനിൽ ആദ്യം പട്ടിയല്ലേ അയച്ചത്, അതുപോലെ ഞങ്ങൾ കുറേ ആൾക്കാർ ഒരു പരീക്ഷണാർത്ഥം പോയതായിരുന്നു, ഒരു പ്രീ പ്ലാനിങ് ഇല്ലാതെ. അതുപോലെ എല്ലാവർക്കും ബിഗ് ബോസ് ഷോ കണ്ടിട്ടുണ്ടെങ്കിലും വൺസ് ആ വീടിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വീടിൻ്റെ ക്ലൈമറ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്കത് എങ്ങനെ അതിൻ്റെ റൂട്ട് ഇതെല്ലാം അറിയാൻ പറ്റുള്ളൂ. പക്ഷേ പിന്നെയുള്ള കണ്ടസ്റ്റൻസിന് അതൊരു ലൈബ്രറി പോലെയായി. അത് ശരിക്കും ഒരു ബാക്കപ്പ്, അത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, ഒരു പ്ലാൻ ഉണ്ട്. അതിപ്പോൾ ഭയങ്കര ഒബ്വിയസ് ആയി, കാരണം പിന്നെ വരുന്ന കണ്ടസ്റ്റൻസ് എല്ലാം അവർക്കൊരു പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷെ അത് നമ്മുടെ സീസണിനകത്ത് ഇന്നും ആൾക്കാർക്ക് നമുക്ക് കൂടുതൽ ലൈക്കബിലിറ്റി കിട്ടാനുള്ള കാരണം വളരെ ഫ്രഷ് ആയിരുന്നു. കാരണം മലയാളത്തിൽ അങ്ങനെ ഒരു ഷോ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഷോ വരുമ്പം വളരെ എക്സൈറ്റഡ് കൂടി വളരെ ഈഗർലി ആൾക്കാർ നമ്മളെ നോക്കി കണ്ടതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് കൊണ്ട് നമുക്ക് ആ ലൈക്കബിലിറ്റി കിട്ടി. ജെനുവിനിറ്റി ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ആർക്കും ഒരു പ്ലാൻ ഇല്ലാതെ വന്നതാണ്. പക്ഷെ പിന്നെയുള്ള സീസൺ വരുമ്പോൾ ഇത് ആ സീസണിൽ ഉണ്ടായിരുന്നു, അതാ ട്രാക്കാണ് ഇതിൽ പിടിക്കുന്നത്, ഒരു കമ്പാരിസൺ വന്നു. അപ്പോൾ അത് എന്താ പറയുക, ടച്ച് വുഡ് ആദ്യത്തെ സീസണിൽ വരാൻ പറ്റിയത്. സോ ഐ ആം ബ്ലെസ്ഡ്. കാര്യം ഒന്നും അറിയാതെയാണ് അതിനകത്ത് കയറുന്നത്. പക്ഷെ സീസൺ കഴിഞ്ഞപ്പോ 2, 3, 4, 5 വന്നപ്പോ ഈ 5ാമത്തെ സീസൺ കണ്ടു. അഖിൽ മാരാർ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് മാത്രം അതിനകത്ത് അവന് വേണ്ടി, അവൻ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്താണ്, അഖിലിന് വേണ്ടി മാത്രമുള്ള, അഖിൽ മാരാറിന്റെ ഇന്റർവ്യൂ ആണ് എന്റെ ഇന്റർവ്യൂ അല്ല, അഖിൽ മാരാറിന് വേണ്ടി മാത്രമുള്ള ഒരു എപ്പിസോഡാണ്, അല്ല ഒരു സീസൺ ആണെന്ന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആൾക്കാർ പറയുണ്ടായി. കണ്ടായിരുന്നു എപ്പിസോഡ്? അങ്ങനെ അഖിൽ മാരാറിന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏഷ്യനെറ്റ് പോലൊരു പ്ലാറ്റ്ഫോമിൽ ബിഗ് ബോസ് പോലൊരു ഷോ വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്രയും ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ ആൾക്കാരെ അത്രയും നല്ലൊരു പേയ്മെന്റ് കൊടുത്ത് അത്രയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരു ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് തോന്നില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആഫ്റ്റർ ഓൾ ഒരു എന്റർടൈനിങ് പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്നൊരു പ്രോഗ്രാം. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കുന്ന കണ്ടന്റ് എവിടെയാണോ ഉണ്ടാകുന്നത്, അപ്പോൾ ആ സ്പേസ് കുറച്ച് ക്യാമറയ്ക്ക് കിട്ടും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഭാഗമായിട്ടുണ്ടായി അഖിൽ മാരാർ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്രയും ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായി, പിന്നെ അത്രയും കണ്ടന്റ് അഖിൽ മാരാറിനെ ഉണ്ടായി. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക, ഓളം സൃഷ്ടിച്ചു അഖിൽ മാരാർ അതിനകത്ത്. അപ്പോൾ അത് തന്നെയാണ്, അത്രയും ഒരു മെറ്റീരിയൽ ആയിരുന്നു അഖിൽ മാരാർ. അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു വിജയം. പോട്ടെ ബിഗ് ബോസ്, ബിഗ് ബോസ് അത് 7-8 വർഷമായിരുന്നു. എങ്കിലും എന്തെങ്കിലും ചോദിക്കണമല്ലോ. ഭയങ്കര സന്തോഷം. കാര്യം ചേട്ടന്റെ ആ 4 വർഷം, അതായത് 4 വർഷം നമ്മൾ കണ്ടു, 4 വർഷം ഗ്യാപ്പ്. പക്ഷെ അതിനുശേഷം ഇപ്പം ആഫ്റ്റർ 4 years കണ്ടപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നി. പക്ഷെ അതിനകത്ത് ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഏഷ്യനെറ്റ് തുവൽ സ്പർശം അഗെയിൻ ആഫ്റ്റർ തുവൽ സ്പർശത്തിന് ശേഷം വീണ്ടും സാന്ത്വനം 2 ഞാൻ വന്നപ്പോൾ വീണ്ടും നിങ്ങളുടെ ഇത് വരുമല്ലോ. ഇത് വരും. പിന്നെ എന്താ വെച്ചാല് ചേട്ടന്റെ ആ ഒരു പ്ലസന്റ് മൈൻഡ്, അത് ഫേസിൽ അത് കാണാണ്ട് ആ സന്തോഷം, ഹാപ്പിനെസ്. അന്ന് വന്നപ്പോ എന്തോ ചെറിയൊരു ടെൻഷനിലൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ സീരിയല് നിർത്തുന്ന സമയത്താണ് ഞാൻ, വർക്കല പോകുന്ന സമയത്ത് നന്നായിട്ട് പോയി. തീരാറായ സമയത്തല്ലേ? അല്ല, വർക്കല കഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം പോയി തോന്നുന്നു. അന്നേരം പോയി. പക്ഷെ എന്തൊക്കെയോ ഒരു സംസാരത്തില് ഹറിബറി ആയിരുന്നു, ഷൂട്ടിന്റെ ആയിരിക്കാം, മേ ബി അത് ഹെക്ടിക്കിന്റെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇപ്പൊ ഭയങ്കര കൂളായിട്ടാണ് എന്റെ അടുത്ത് ഇരിക്കും. നമ്മൾ രാവിലെ തൊട്ട് സംസാരിക്കും. നമ്മുടെ പറഞ്ഞില്ലേ, ഓരോ ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന ഒരു ഓറ, ഒരു വൈബ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ആ ഒരു വൈബിന്റെ ഇതിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ആ ഒരു വൈബ് നമ്മളെ ഡ്രൈവ് ചെയ്യിക്കും, അതായിരിക്കും. ഈ വിക്കിപീഡിയയിൽ നോക്കിയപ്പോഴേ ഞാൻ ക്രിയേറ്റ് ചെയ്തല്ലേ ഇത്. ഈ പറഞ്ഞ പോലെ അന്ന് ബിഗ് ബോസ് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആരൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ എല്ലാം ജെനുവിൻ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് പ്യൂമ കൊടുത്തിട്ടുണ്ട്.
ആ ചോദിച്ചപ്പോ എന്നോട് വേറെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. അതിപ്പം ഈ പറഞ്ഞ ഔട്ട്ലെറ്റ് ഇപ്പം എന്താ പറഞ്ഞ എല്ലാ ബ്രാൻഡുകളും ഞാൻ യൂസ് ചെയ്യും. എനിക്ക് കംഫർട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അത് ഇടുമ്പോൾ ഒരു ലുക്ക് ആൻഡ് ഫീൽ നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏതാണെങ്കിലും ഇടാം. അത് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇന്ന ബ്രാൻഡ് ഒന്നും ഇല്ല. പിന്നെ അതിനകത്ത് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിനകത്തൊരു 4-5 ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അത് ജെന്യൂൻ ആണോ അല്ലെന്ന് എല്ലാവരും ചിലപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ചോദിച്ചോളൂ. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആൽക്കഹോളിക് ആണോന്ന് വെച്ചപ്പോൾ കോൺട്രവേഴ്സി. കോൺട്രവേഴ്സി അല്ല, അതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ് എസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ കഴിക്കുന്ന പറയത്തില്ല. അത് ആണോ? ഞാൻ കഴിക്കില്ല കേട്ടോ, ജെന്യൂൻ ആയിട്ട് കഴിക്കില്ല. ഞാൻ ഒക്കേഷനിൽ വല്ല പാർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. പിന്നെ നോർമലി ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ പറഞ്ഞാൽ കഴിക്കും. പക്ഷെ ഇപ്പം ഇത്രയും ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കുറേ നാളായി, കാരണം ഇപ്പം കഴിക്കാറില്ല. അങ്ങനെ റെഗുലർ കഴിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഒക്കേഷണലി പാർട്ടീസ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. അല്ലാതെ അങ്ങനെ ഇത് കൂടിയേ തീരുള്ളൂ അങ്ങനെയൊന്നും. അത് കണ്ടോണ്ട് ചോദിച്ചാണ്. ഈ ഹോണസ്റ്റ് അല്ലാതെ ഇപ്പൊ കഴിക്കില്ല എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കഴിക്കാറുണ്ട്. ഒക്കേഷണലി പാർട്ടീസ് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ചേട്ടാ. അതിനും റിപ്ലൈ കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി അടുത്തത് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ കിട്ടുന്നത് അറിയില്ലല്ലോ, കാര്യം താങ്കൾ ഒരു ആങ്കർ ആണ്. മറുപടി എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്കിലും പറയാം. ഇത് അവസാനം ഞാൻ എല്ലാത്തിലും ഹോണസ്റ്റ് റിപ്ലൈ ആയിരുന്നു. പക്ഷെ തമിഴിൽ ദീപൻ കുടിക്കുന്ന ബ്രാൻഡ് അറിയാമോ? ദീപൻ മുഴുക്കള്ളുകൂടിയല്ലേ. ഇതുവരെ നിന്റെ ഫോൺ ഞാൻ എടുത്തു. അതിനകത്ത് അയ്യോ ഇനി എടുക്കണം. അതാ ഞാൻ പറയാം, തമിഴിൽ നോക്കിയിട്ടാണ് നല്ലപോലെ കൊടുക്കണേ, കൊടുക്കുക. അല്ല, അതിനുശേഷം ഫുഡ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നോൺ വെജ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ വെജ് കൊടുത്തിട്ടുണ്ട്, ദോശ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറേ അധികം ഫുഡ് ഐറ്റംസിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഏതാണ് ഫുഡിന്റെ എന്റെ ഫേവററ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ കിട്ടുന്നില്ല. കാരണം എന്റെ അമ്മ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡുകളെല്ലാം എന്റെ ഫേവററ്റ് ഫുഡ് തന്നെയാണ്. അത് എന്റെ ആ ഒരു ടേസ്റ്റ് എന്റെ നാക്കിന് ഇതുവരെ പോയിട്ടില്ല. അപ്പം പാവ അത് എൻ്റെ വൈഫിന് ഭയങ്കര ചലഞ്ചായി. കാരണം അമ്മ ഉണ്ടാക്കിയിരുന്ന ആ ടേസ്റ്റ് ഇങ്ങനെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തുണ്ടാക്കിയാൽ എനിക്ക് ആ ടേസ്റ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ ഉണ്ടാക്കിയ എല്ലാ ഫുഡും എൻ്റെ ഫേവററ്റ് ആണ്. അത് പ്രധാനമായിട്ട് അമ്മ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ സാധാരണ ഹോംലി സൗത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. ഈ നാടൻ ഫുഡൊക്കെയാണ് എനിക്കിഷ്ടം. എനിക്ക് ചൈനീസ് അങ്ങനത്തെ സാധനങ്ങൾ അധികം ഇഷ്ടമല്ല. പക്ഷേ വൺസ് ഇൻ എ വൈ ട്രൈ ചെയ്യും. മക്കളോടൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴും അവരോടൊക്കെ ഇരിക്കുന്ന സമയത്ത് കഴിക്കും. മസ്റ്റല്ല. പക്ഷേ എനിക്ക് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന നല്ല കോട്ടയം സ്റ്റൈൽ മീൻകറി, പുളിയൊക്കെ ഇട്ടിട്ടുള്ള മീൻകറി, ചക്ക, കപ്പ, ഇങ്ങനെ സാധനങ്ങൾ, അതുപോലെ ചീരത്തോരൻ. എനിക്ക് ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് കഴിക്കാം. പക്ഷെ ഞാൻ അധികം ഇപ്പൊ ചോറൊന്നും കഴിക്കാത്ത ഒരാളാണ്. കാരണം തടി കണ്ടല്ലോ, തടി വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യും. ചില സമയത്ത് ഒരു ചീറ്റ് ഡേ പോലെ സ്കിപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ, ഏതെങ്കിലും ദിവസം മാത്രം. അപ്പം ആ ചോദ്യം കഴിഞ്ഞു അതിനകത്തുള്ള. പിന്നെ അതിനകത്ത് കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ ഡാൻസ് ആണ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തത്. സ്കൂളിലാണെന്ന് തോന്നുന്നു. സ്കൂളിംഗ് ടൈമിൽ ഉണ്ടായിരുന്നു. കാരണം ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതല്ല. പക്ഷെ എന്നാലും പഠിച്ചിട്ടുണ്ട്. ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. കാരണം കുട്ടിക്കാലം ചൈൽഡ്ഹുഡിൽ മുതൽക്ക് അഭിനയിക്കണം, അല്ലെങ്കിൽ നാടകം ചെയ്യണം, ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ എന്ത് പ്രോഗ്രാംസ് വരണമെന്നുണ്ടെങ്കിലും ഞാൻ അതിൽ ചാടി ഇറങ്ങും. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒരു പ്രസംഗ മത്സരത്തിന് ആരോഗ്യം എന്നൊരു സബ്ജക്റ്റ് വന്നിട്ട് ഞാൻ സംസാരിച്ചു. എനിക്ക് ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കുന്ന ആ ഒരു സബ്ജക്റ്റാണ്. എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ ഭയങ്കര ചെറിഷ് ചെയ്യുന്ന ഒരു പ്രസംഗമായിരുന്നത്. അതിനന്ന് വേദിയിലിരുന്ന ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്ത് അതിന് പ്രൈസ് കിട്ടിയതും. അതുപോലെ ആ സമയത്ത് ഡാൻസും എല്ലാത്തിനും പാട്ടിനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പാഷനേറ്റ് ആയതുകൊണ്ടായിരിക്കാം മേ ബി ഇന്ന് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സിനാണെങ്കിലും മറ്റ് ചാനലിൻ്റെ അവാർഡ്സിനാണെന്നുണ്ടെങ്കിലും ഒരു ഡാൻസ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മടിയോ പക്ഷെ അറിയില്ല. പക്ഷെ ഒരു കൊറിയോഗ്രാഫർ പറഞ്ഞു തന്നാൽ അത് ശ്രദ്ധിച്ച് പഠിച്ച് ചെയ്യാൻ ഓക്കെയാണ്.